ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ വന്നു ചേർന്ന ഈ സ്റ്റുഡിയോയിൽ വന്നു ചേർന്നവർക്കോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മളൊരു കൂട്ടായ്മയായി ആരംഭിക്കുവാനായി ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ ആദ്യ ദിവസങ്ങളാണ്. കർത്താവ് ഇനിയുമുള്ള ദിവസങ്ങളിൽ ഇത് ഒരു കൂടിവരവാക്കുകയും നമ്മുടെ ഇവിടെ പ്രാർത്ഥനയ്ക്കും ശുശ്രൂഷയ്ക്കും ഒക്കെ ഒരവസരം ഉണ്ടാകുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ ഇയ്യോബിൻ്റെ പുസ്തകം ആരംഭിച്ചത്. നമുക്കതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആദ്യമായി വേദഭാഗം വായിക്കുന്നു. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം പഠിച്ചു. എന്നാൽ ഇന്ന് 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചിന്തിക്കുവാനായി കർത്താവിൽ ആഗ്രഹിക്കുന്നു. എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ചവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോകും. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട് എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ സൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. അതിന് സാത്താൻ യഹോവയോട് വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്തു നോക്കി ത്യജിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ ദൈവം സാത്താനോട് ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് പോയി. കർത്താവേ, തിരുവചനം ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനും തിരുവചനം മനസ്സിലാക്കുന്നതിലൂടെ അതിനെ അനുസരിക്കുവാനും ജീവിതത്തെ സ്വാധീനിക്കുവാനും ഇടയാണ്. വന്നുചേർന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. അനേക വർഷങ്ങളായി ബുധനാഴ്ച ഞങ്ങൾക്ക് ഒന്നുചേരുവാൻ തരുന്ന അവസരത്തിനായി സ്തോത്രം. നല്ല ആരാധനയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ തന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് നിൻ്റെ ദാസൻ ഞങ്ങളെ ചില കാര്യങ്ങൾ കേൾപ്പിച്ചു. ശ്രദ്ധയിലിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണം. തിരുവചനം ഇപ്പോൾ ഞങ്ങൾ ചിന്തിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് സംസാരിക്കണം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. വളരെ വിരളമായി വായിക്കുന്ന ഒരു പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. അതിനകത്തുള്ള ട്രാജഡീസ് ഒക്കെ നാം കാണുമ്പോൾ അതൊക്കെ വിട്ടുപോകാനാണ് നമുക്ക് താല്പര്യം. സന്തോഷമുള്ള ചരിത്രമൊക്കെ കേൾക്കുന്നതാണല്ലോ നമുക്ക് ജീവിതത്തിനൊരു ആത്മസംതൃപ്തി തരുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകളയും. എന്നാൽ ഇതുപോലെ നമ്മുടെ ജീവിതത്തെ വിവിധ രീതിയിൽ പ്രബോധിപ്പിക്കുന്ന ഒരു പുസ്തകം, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്, പ്രബോധിപ്പിക്കുന്ന ഒരു പുസ്തകം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ദൈവവചനത്തിൽ എന്ത് ചേർത്താലും ദൈവത്തിൻ്റെ പ്രത്യേക കരുതൽ നമ്മുടെ ഗുണീകരണത്തിനായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതായതുകൊണ്ട് അതിനകത്ത് ഏറെ സത്യങ്ങൾ നമുക്കുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ച ഇയ്യോബിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. അവൻ ധനികനായിരുന്നു, അവന് അനുഗ്രഹിക്കപ്പെട്ട കുടുംബം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അവൻ ദേശത്ത് നല്ല സാക്ഷ്യം ഉള്ളവനായി. അത് ഇന്നും നമുക്ക് അതിൻ്റെ ചില ഭാഗങ്ങൾ ചിന്തിക്കണം. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. ആ സ്വഭാവം പറഞ്ഞതിന് ശേഷം ദൈവം പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കും, ഭൂമിയിൽ അവനെ പോലെ ആരുമില്ലല്ലോ. ആർക്കങ്ങനെ കേൾക്കാൻ കഴിയും? ഭൂമിയിൽ അവനെ പോലെ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ
എല്ലാവരിലും വ്യത്യസ്തനായ ഒരു മനുഷ്യനായി, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായി ദൈവം ആ മനുഷ്യൻ്റെ ജീവിതത്തെ ദർശിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു 5 കാര്യങ്ങൾ പൊതുവായിട്ട് അതിനോടുള്ള ബന്ധത്തിൽ ഒരു മഹാനായ മനുഷ്യൻ, 1-2 വാക്യത്തിനകത്ത് അത് കാണാനായിട്ട് കഴിയും. ഒരു പ്രഭു എന്ന് പറയുന്നതിൽ തെറ്റില്ല. 2, ധനാഢ്യനായ ഒരു മനുഷ്യൻ. 3, ഒരു വിശുദ്ധനായ മനുഷ്യൻ. ഈ രണ്ടാമത് പറഞ്ഞതും മൂന്നാമത് പറഞ്ഞതും കൂടെ ഒന്നിച്ച് വളരെ വിരളമായിട്ടേ ചേരാറുള്ളൂ. എങ്കിലും ഇത് ഇയ്യോബിൽ വളരെ ഭംഗിയായി ഹാർമണൈസ് ചെയ്യുന്നു. അവൻ ധനാഢ്യനായിരുന്നെങ്കിലും ഒരു വിശുദ്ധനായ മനുഷ്യൻ ആയിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ഒരു നല്ല മാതൃകാ പിതാവ്, ഭക്തനായ പിതാവ്, ഗോഡ്ലി പേരൻറ്റ്. അതുമാത്രമല്ല, അദ്ദേഹം കുടുംബത്തിൻ്റെ ഒരു ആത്മീക പുരോഹിതൻ. അങ്ങനെ ആയിരിക്കണമല്ലോ എല്ലാ ഭവനത്തിലെയും പുരുഷന്മാർ. ഈ മസ്റ്റ് ബി പ്രീസ്റ്റ് ഓഫ് ഹിസ് ഓൺ ഹൗസ്, അങ്ങനെയാണ് ഒരു മനുഷ്യൻ പറയുന്നത്. എല്ലാ പുരുഷന്മാരും അവരവരുടെ ഭവനത്തിലെ പുരോഹിതനായിരിക്കണം എന്ന് ഒരു വ്യക്തി പറയുകയുണ്ടായി. നമുക്ക് ഈ രണ്ടാമത്തെ ഭാഗത്തേക്ക് ഒന്ന് നോക്കാം. ഈ മനുഷ്യൻ്റെ ഭക്തിയെ ദൈവം ദർശിച്ചു. 2, ഈ മനുഷ്യൻ്റെ ജീവിതത്തെ ദൈവം പ്രകീർത്തിച്ചു. ഗോഡ് അഡ്മയർഡ് ഹിം. അതൊരു നല്ല കാര്യമല്ലേ? അനേകർ നമ്മളെക്കുറിച്ചൊക്കെ നല്ല വാക്കും പ്രശംസാ വാക്കുകളും ഒക്കെ പറയുമെങ്കിലും തമ്പുരാൻ പറയുമ്പോൾ അതിനേറെ വെയിറ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നാട്ടുകാർ പറഞ്ഞതല്ല, നാട്ടുകാർ പറഞ്ഞതിനെ തമ്പുരാൻ എൻഡോഴ്സ് ചെയ്തതുമല്ല. ആരംഭം മുതലേ പറഞ്ഞിരിക്കുന്നത് ദൈവമാണ്. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ട് അകലുന്നവനായ ഒരു മനുഷ്യൻ. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകമായി കഴിഞ്ഞ ആഴ്ചയും കണ്ടതാണ്. അദ്ദേഹം ധനസമൃദ്ധിയുള്ളൊരു മനുഷ്യനായിരുന്നു, മാൻ ഓഫ് വെൽത്ത്. ഇത് നമ്മുടെ ജീവിതത്തെ ഒന്ന് സ്പർശിക്കേണ്ട മേഖലയാണ്. കാരണം സമ്പത്തിനെ ആധ്യാത്മികതയോടുള്ള ബന്ധത്തിൽ 2 രീതിയിലാണ് ആളുകൾ കാണുന്നത്. ഒന്ന്, സമ്പത്ത് ഉണ്ടെങ്കിൽ ആത്മീയത കുറവായിരിക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ ആത്മീകനാണെങ്കിൽ സമ്പത്തിനോട് യാത്ര പറയണം എന്ന് ചിന്തിക്കുന്ന, മൊണാസ്ട്രിയിൽ ജീവിക്കുന്നത് പോലൊക്കെ ഒരു സന്യാസിയായി ജീവിക്കണം എന്ന് പറയുന്നു. അതിനകത്തൊക്കെ അർത്ഥമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. രണ്ടാമത്, ആധ്യാത്മിക സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിക്കാനുള്ളൊരു മാർഗമായി ചിന്തിക്കുന്നവരുണ്ട്. പ്രോസ്പെരിറ്റി എന്ന് പറയും അല്ലേ? 2 തെറ്റാ. ദൈവത്തിന് ഇതിനകത്തൊരു ബാലൻസ് ഉണ്ട്. വെൽത്ത് ആൻഡ് പയറ്റി, ഭക്തിയും ധനവും. ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് 2 ദൈവത്തിൻ്റെ ദാനമാണ്. ഭക്തി ദൈവത്തിൻ്റെ, വിശ്വാസം, രക്ഷ, ഇതൊക്കെ ദൈവത്തിൻ്റെ ദാനമില്ലയോ? ധനമോ? ലഭിക്കുന്നതെല്ലാം ഉയരത്തിലെ ദൈവം കൈ തുറന്നേലേ കിട്ടത്തുള്ളൂ. 2 ദൈവത്തിൻ്റെ ദാനമാണ്. അങ്ങനെയാണെങ്കിൽ 2നോടുള്ള ബന്ധത്തിലും വിനയത്തോടെ ജീവിക്കണം. തന്നതേ ഉള്ളൂ. 2നോടുള്ള ബന്ധത്തിലും നന്ദിയുള്ളവരായും ജീവിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ധനത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്ന സമയത്ത് ഈ ധനം എന്ന് പറയുന്നത് എല്ലാവർക്കും സമ്പാദിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ചിലരതിനകത്ത് അതീവ എബിലിറ്റി ഉള്ളവരല്ലേ. എന്നാൽ ദൈവഭക്തി ആർക്കും സമ്പാദിക്കാം. അപ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കണം. വെൽത്ത് ക്യാൻ ബി അറ്റൈൻഡ് ഓൺലി ബൈ ഫ്യൂ. എന്നാൽ ഭക്തി എല്ലാവരും. ഈ ദൈവഭക്തി എല്ലാവർക്കും പ്രയോജനമുള്ളതാണ്, ഇല്ലയോ? എന്നാൽ സമ്പത്ത് എല്ലാവർക്കും പ്രയോജനപ്പെട്ടിട്ടില്ല. ചിലർക്കത് ദോഷമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ദൈവഭക്തി എല്ലാവർക്കും പ്രയോജനം ഉള്ളതാണ്. ധനം എല്ലാവരുടെയും കൂടെ
എന്നും നിൽക്കയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലയോ? എന്നാൽ ദൈവഭക്തി എന്നേക്കുമായി നിലനിർത്താൻ കഴിയും. ധനം ഇന്ന് കാണും, നാളെ പോയി എന്ന് വരാം. ഇത് തമ്മിൽ ഒരു വിധത്തിൽ എതിർ സ്വഭാവമുള്ളവരുമാണ്. കാരണം ഈ ധനത്തിന് ഭക്തിയെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അല്പം ചിന്തിച്ചാൽ അത് മനസ്സിലാകും. ധനം വർദ്ധിക്കുമ്പോൾ ചിലപ്പോൾ ഭക്തി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇത് രണ്ടും ഒരുമിച്ച് വളരെ ഭംഗിയായി കൊണ്ടുപോകുന്നത് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ദൂത് അതിനകത്തൂടെ നമുക്ക് ലഭിക്കും. അദ്ദേഹം ധനികനായിരുന്നെന്ന് മാത്രമല്ല, രണ്ടാമത് അല്പം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബം ശ്രേഷ്ഠകരമായൊരു കുടുംബമാണ്. 7 പുത്രന്മാരും 3 പുത്രിമാരും. മക്കൾ യഹോവ തരുന്ന പ്രതിഫലം. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അന്നത്തെ കാലത്ത് ദൈവഹിതപ്രകാരം അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ പോയി വർദ്ധിക്കുവാനാണ്, വർദ്ധിച്ചു പെരുകാനാണ് ദൈവം നമ്മോട് കൽപ്പിച്ചത്. എന്നാൽ അത് ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി. 7 പുത്രന്മാരും 3 പുത്രിമാരും. ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത്ര വലിയ ലാർജ് ഫാമിലി ഇല്ലേ? വലിയ കുടുംബമായിരുന്നെങ്കിലും ഐക്യതയുള്ള കുടുംബമായിരുന്നു. അതിന് ശ്രദ്ധേയമായ കാര്യമില്ലേ? വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു സത്യമാണ് നമ്മളവിടെ കാണുന്നത്. അവരെ ഒരുമിച്ച് കൂടാൻ എപ്പോഴൊക്കെ അവസരം ലഭിക്കുമോ, നിങ്ങൾ 4-ാമത്തെ വാക്യം നോക്കിയാൽ, പുത്രന്മാർ ഓരോരുത്തരും താൻ്റെ ദിവസത്തിൽ ബർത്ത്ഡേ ആയിരിക്കണം, ഒരുമിച്ച് കൂടി സന്തോഷിക്കാനാണ്. സഹോദരിമാരെ എല്ലാം വിളിച്ചു വരുത്തി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വിളിച്ചു വരുത്തി. അപ്പോൾ ഒരുമിച്ച് കൂടാനുള്ളൊരു പ്രത്യേക താല്പര്യം. ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവുമാണ് സഹോദരന്മാരുടെ ജീവിതത്തിൽ എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അല്ലായിരുന്നു. ആദിമ മാതാപിതാക്കൾക്ക് ഇത് ലഭിച്ചില്ല. ആദാമിനും ഹവ്വായ്ക്കും ലഭിച്ചില്ല. ലഭിച്ചില്ലെന്ന് മാത്രമല്ല, കായിൻ വയലിലിരിക്കുമ്പോൾ തൻ്റെ അനുജനായ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. അതാണ് ആദ്യത്തെ പേരൻസിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ഒരു യൂണിറ്റി കാണുന്നില്ല. അബ്രഹാമിൻ്റെ ജീവിതത്തിലോ, മിസ്രൈമ്യദാസി ആഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് കണ്ടപ്പോൾ അപ്പോൾ അവിടെയും ഒരു ഭിന്നത ഇറക്കി വിടുന്ന ഒരു അനുഭവം ഇല്ലേ? അബ്രഹാം വിശ്വാസി അല്ലായിരുന്നു. വിശ്വാസി മാത്രമല്ല, വിശ്വാസികളുടെ പിതാവായിരുന്നു. ഫാദർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ എന്ന് പറയും. പക്ഷേ കുടുംബത്തിൽ ഇയ്യോബിനുണ്ടായ അനുഗ്രഹം ഉണ്ടായില്ല. ഇസ്ഹാക്കിൻ്റെ കാര്യം നോക്കിക്കാട്ടെ. യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം ഏശാവ് അവനെ ദ്വേഷിച്ചു. ഉൽപ്പത്തി 27-41. അപ്പോൾ അവിടെയും പ്രശ്നമാണ് അല്ലേ? യാക്കോബിനോ ചരിത്രം വായിച്ചാൽ സ്വപ്നക്കാരനെ ദൂരത്ത് വെച്ച് കണ്ടപ്പോഴേ തീരുമാനിച്ച് ഇവനെ കൊന്നുകളയണമെന്ന്. അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഉൽപ്പത്തി 37-18-19 കൊന്ന കിണറ്റിലിടുവാനാണ് തീരുമാനിച്ചത്. തമ്പുരാൻ്റെ കൈ അവൻ്റെ മേലുണ്ടായിരുന്നുകൊണ്ട് ദൈവം അവനെ സൂക്ഷിച്ചു. മധുരഗായകനായ ദാവീദ്, പറയേണ്ട ആവശ്യമില്ല കുടുംബത്തിൽ എന്തുമാത്രം ഛിദ്രം കാണാനായിട്ട് കഴിയും. എന്നാൽ ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കണം. വണ്ടർഫുൾ ഫാമിലി. ഞാനൊരു ഹാപ്പി ഫാമിലി എന്ന് പറഞ്ഞാലും തെറ്റില്ല കേട്ടോ. സന്തോഷം ഉള്ള ഒരു കുടുംബം. ഈ സന്തോഷമുള്ള കുടുംബം സന്തോഷിക്കാനും തീരുമാനിച്ചു എന്നുള്ളത് ഈ ഭക്തിലോകത്തിനൊരു സന്ദേശമാണെന്നാണ് എൻ്റെ വിചാരം. കാരണം ഒരു തലമുറ മുമ്പ് ഒരുപാട് സന്തോഷിച്ചാൽ വിലക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എന്താണ് ഇത്രയും ചിരിക്കുന്നതെന്ന് ചോദിക്കും. എന്നാൽ അത്രയും ഈ ഭക്തി ലോകത്തിൽ ചിരിക്കണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം, ഇല്ലയോ?
അത് അന്നത്തെ കാലത്തെ, അതിനകത്ത് ചില അർത്ഥങ്ങളും ആഴങ്ങളും ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. എങ്കിലും കുടുംബത്തിനകത്ത് സന്തോഷം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഓരോരുത്തൻ താന്താൻ്റെ ദിവസത്തിൽ വിരുന്ന് കഴിച്ചു. നോക്കിക്കാട്ടെ, 4-ാം വാക്യത്തിൽ അങ്ങനെയാണ്, വിരുന്ന് കഴിച്ചു. ബാങ്ക്വറ്റ് എന്ന അതിൻ്റെ അർത്ഥം. എല്ലാവരും വിളിച്ചു വരുത്തി തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിക്കുകയും ചെയ്യും. സെലിബ്രേറ്റിംഗ് പീപ്പിൾ. ദൈവമക്കളുടെ ഇടയിൽ ഈ സെലിബ്രേഷൻ വേണം. സന്തോഷമുണ്ടെങ്കിൽ സന്തോഷിക്കണമല്ലോ, ഇല്ലേ? ആ സന്തോഷം മറ്റുള്ളവരോട് പങ്കിടുകയും വേണമല്ലോ. ആ ഒരു അനുഭവം യോബിനുണ്ടായിരുന്നു. ഒരു നല്ല മോഡലാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ദൈവവചനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിനോടുകൂടെ കൂട്ടിച്ചേർക്കണം. ഒരു ദൈവിക കുടുംബം ഉത്സവം ആചരിക്കുമ്പോൾ അല്ലെ സന്തോഷിക്കുമ്പോൾ അതിനകത്ത് ചില ദൈവിക പ്രമാണം കൂടെ ഉണ്ടായിരിക്കണം. 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസികൾ ഏത് കാര്യം ചെയ്താലും അതിനകത്ത് ഇംഗ്ലീഷിലൊരു വാക്ക് ഉപയോഗിക്കാം, മോഡറേഷൻ എന്ന് പറയും, മിതത്വം. നമുക്ക് ആഘോഷിക്കാം, പക്ഷേ ആഘോഷത്തിനകത്തൊരു കാര്യം ഉണ്ടായിരിക്കണം. മിതത്വം വിട്ടുപോകാൻ ദൈവമക്കൾക്ക് അനുവാദമില്ല. അപ്പം അത് സൂക്ഷിക്കണം. 2, താന്താൻ്റെ ദിവസത്തിലേ സന്തോഷിച്ചുള്ളൂ. എല്ലാ ദിവസവും അങ്ങ് ഉത്സവം ആചരിച്ചില്ലല്ലോ. അവർക്ക് ഇതങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തേലും അറിഞ്ഞാൽ മതി, പിന്നെ അങ്ങ് ഉത്സവമാവും, ഇല്ലേ? അങ്ങനെയില്ല. സീസണൽ. ആ ഒരു നിയന്ത്രണം കൂടെ ഉണ്ടാകണം ദൈവമക്കളായ നമുക്ക്. ഈ ആഘോഷത്തിൻ്റെ നടുവിൽ ദൈവഭയം തിളങ്ങി നിൽക്കണം. ഒരു വിശ്വാസിയുടെ ആഘോഷത്തിനകത്തോട്ട് ഒരാൾ കയറി വന്നാൽ ആഘോഷം മാത്രമല്ല, ദൈവത്തെ ഭയപ്പെട്ട് ആഘോഷിക്കുന്ന ദൈവമക്കളായിരിക്കണം. ഇവിടൊക്കെയാണ് നമുക്ക് പരാജയം. ദൈവത്തെ മറന്ന് ദൈവഭയമില്ലാതെ ആഘോഷിക്കുകയല്ല. യോബിൻ്റെ ജീവിതം നമുക്ക് മനസ്സിലാവും, വളരെ ദൈവഭയത്തിലാണ്. കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ദൈവമക്കളുടെ ആഘോഷത്തിൽ സാധുക്കൾ ഉണ്ടായിരിക്കണം. സാധുക്കളില്ലാത്ത ആഘോഷം പാടില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 14:12-14 നിങ്ങൾ അത്താഴം ഒരുക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാം ദൈവിക പ്രമാണം. എന്നാൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് അപ്പസ്തോലൻ്റെ ഭാഷ ഉപയോഗിച്ചാൽ നമ്മുടെ ആഘോഷത്തിന് ഒരു നല്ല മോഡലുണ്ടാകും. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും 1 കൊരിന്ത്യർ 10:31 എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിരിക്കണം. ഫോർ ദി ഗ്ലോറി ഓഫ് ഗോഡ്. അതായിരിക്കണം നമ്മുടെ ഫണ്ടമെന്റ്. എന്ത് പരിപാടി സംഘടിച്ചാലും ആത്യന്തികമായി എന്തായിരിക്കണം? ദൈവത്തിൻ്റെ മഹത്വം. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മഹത്വം വരാത്ത ഒരൊറ്റ കാര്യം പോലും വിശ്വാസികളുടെ ആഘോഷങ്ങളിൽ ഉണ്ടാവില്ല. എത്ര മനോഹരമില്ലേ? പിന്നെ 1 കൊരിന്ത്യർ 10 പിന്നീടുള്ള വാക്യങ്ങളിൽ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും യഹൂദനും യവനനും ദൈവസഭയ്ക്ക് ഇടർച്ച കൊടുക്കരുത്. നമ്മളൊരു പരിപാടി നടത്തിയേ വിശ്വാസികൾക്ക് ഇടർച്ചയാകരുത്. പുറത്തുള്ളവർക്ക് ഇത് നോക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ ഇടയാകരുത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആഘോഷം വേണം, സന്തോഷം ഉണ്ടാകണം. യോബിൻ്റെ കുടുംബത്തിലെ ഈ ആഘോഷത്തെക്കുറിച്ച് ഇത് വളരെ വ്യക്തമാണ്. ഇതെല്ലാം ഗുഡ് ഫാമിലി, ജോയ്ഫുൾ ഫാമിലി. സഭാപ്രസംഗി 9:7 നീ ചെന്ന് സന്തോഷത്തോടെ അപ്പം തിന്നുക, ആനന്ദ ഹൃദയത്തോടെ വീഞ്ഞു കുടിക്കുക, ദൈവം നിന്റെ പ്രവൃത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നു. റിജോയ്സ്, കർത്താവിൽ സന്തോഷിക്കണം. സംഖ്യ 23:21 വിജാതീയനായ പ്രവാചകൻ ബിലയാം ഇപ്രകാരം പറഞ്ഞു, ദൈവജനത്തിൻ്റെ നടുവിൽ രാജകോലാഹലമുണ്ട്. ഇതിൻ്റെ കാരണം ദൈവം അവരുടെ നടുവിൽ ഉണ്ട്. അപ്പോൾ നല്ല ഒരു കുടുംബം, വലിയ കുടുംബം, സന്തുഷ്ട കുടുംബം,
സെലിബ്രേറ്റിംഗ് കുടുംബം. എന്നാൽ ആധ്യാത്മിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ചെലുത്തിയ ഒരു കുടുംബം. എന്നാൽ വിരുന്നു നാളുകൾ വട്ടം തികയുമ്പോൾ, അയ്യോ പക്ഷേന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ ആളയച്ചവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു. അപ്പോൾ ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെലിബ്രേഷൻ നടത്തുകൊണ്ടിരിക്കുമ്പോൾ അകത്തോടൊരു ചിന്തയുണ്ട്. അതിനകത്ത് ആധ്യാത്മികത കുറഞ്ഞു പോകരുത്, അനാത്മികമായ ഒരു കാര്യവും വന്നു പോകരുത് എന്ന് ചിന്തിച്ചു. വേറെ രീതിയിൽ പറഞ്ഞാൽ, കുടുംബത്തിൻ്റെ ആത്മീക കാര്യത്തിന് ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം അമിത പ്രാധാന്യം. അവരുടെ കൂടാരത്തിൽ ധനമുണ്ടാകുന്നതിനേക്കാൾ അവരുടെ കൂടാരത്തിൽ ദൈവം ഉണ്ടാകണം എന്നുള്ളത് ഒരു ദേവദാസൻ ഇംഗ്ലീഷിൽ പറഞ്ഞ, rather than gold in their tents, God in their tents. ദൈവം അവരുടെ നടുവിൽ. അപ്പോൾ ഇക്കാലത്ത് നമ്മുടെ സമൂഹത്തിൻ്റെ നടുവിൽ നഷ്ടപ്പെട്ടു പോയൊരു കാര്യമാണ്. അവരുടെ കൂടാരങ്ങളിൽ ധനം ഉണ്ടാകണമെന്ന് വലിയ താല്പര്യമായിരുന്നു. എന്നാൽ എന്തുകൊണ്ടോ അനേക തലമുറകളുടെ കൂടാരത്തിലും ദൈവം ഇല്ലാതെ. ഇയ്യോബ് അത് നേരത്തെ ശ്രദ്ധിച്ചു. സന്തോഷമുള്ള കുടുംബത്തോടു കൂടെ 7 പുത്രന്മാരും 3 പുത്രിമാരും ജീവിക്കുമ്പോൾ ഇവരുടെ എല്ലാം കുടുംബങ്ങളിൽ ദൈവം ഉണ്ടായിരിക്കണം. അതിന് അദ്ദേഹം എന്ത് ചെയ്തെന്ന് നോക്കിക്കാട്ടെ. ഞാൻ ചിലത് ഇന്ന് എഴുതി വെച്ചു. ഒന്ന്, താൻ തന്നെ ഒരു മാതൃകയായി. അദ്ദേഹത്തിൻ്റെ മാതൃകാ ജീവിതം നമ്മളൊന്ന് സൂചിപ്പിച്ചല്ലോ. നിഷ്കളങ്കനും നേരുള്ളവനും ദൈവം ഭക്തി ഉള്ളവനും ദോഷം വിട്ട് അങ്ങനെ ഒരപ്പൻ ജീവിക്കുന്നിടത്തോളം കാലം മക്കൾക്ക് ഒരു മോഡലാണ് ഇല്ലേ. അപ്പോൾ ഒരു മാതൃക ഇറക്കിക്കൊണ്ട് വരണ്ട എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യണ്ട. ഇമ്പോർട്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. നല്ല മാതൃകയും നല്ല ചരിത്രവും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഒരു കുടുംബത്തിനകത്ത് തന്നെ ഒരു മാതൃകാ പുരുഷൻ ഉണ്ടാകുക എന്ന് പറയുന്നത് എത്ര വലിയ സന്തോഷമാണ്. മോഡൽ ക്രിസ്ത്യൻ, മോഡൽ വിശ്വാസി, അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ നാം കാണുന്നു. 2, അദ്ദേഹം ആത്മീക സത്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞു പഠിപ്പിക്കുമായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഭാര്യയോടുള്ള ബന്ധത്തിലാണ്. കഷ്ടങ്ങൾ വന്ന സമയത്ത് പിന്നീട് നമ്മൾ ആ ഭാഗത്തേക്ക് വരും. ആ സ്ത്രീ പറഞ്ഞു, ഇനിയിപ്പോൾ ഒരുപാട് കഷ്ടപ്പെടാതെ ദൈവത്തെ ശപിച്ചങ്ങ് മരിക്കുന്നതല്ലയോ നല്ല ഇല്ലേ. എങ്ങനെ ഈ ആത്മീയ സത്യം പഠിപ്പിക്കുന്നത്? അതിനുവേണ്ടി പ്രത്യേക ക്ലാസ് എടുക്കുകയല്ല. അങ്ങനെയുള്ള അവസരം വരുമ്പോൾ അതിനെ അങ്ങ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇയ്യോബ് ചിന്തിച്ചു, ചേട്ടാ ഇത് നല്ലൊരു അവസരമാണല്ലോ ഇവളെ ഒന്ന് പഠിപ്പിക്കാൻ. പറഞ്ഞു, ദൈവത്തിൽ നിന്ന് നന്മ നമ്മൾ അനുഭവിച്ചില്ലയോ? അപ്പോൾ അവളോട് പറഞ്ഞു കൊടുത്തു, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് തിന്മയും നാം വാങ്ങേണ്ടതല്ലയോ? പഠിപ്പിക്കുക കേട്ടോ. ആ ഒരൊറ്റ ഇൻസ്റ്റൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന് അവസരം കിട്ടുമ്പോഴൊക്കെ ആത്മീക പാഠങ്ങൾ കുടുംബത്തെ പഠിപ്പിച്ചു. വലിയ സത്യമാണ് കേട്ടോ. എവിടെയൊക്കെ നമുക്ക് അവസരം കിട്ടും. അതുകൊണ്ടാണ് നമ്മുടെ ഊണുമേശയൊക്കെ വലിയ നല്ല ആത്മീക പാഠം കൊടുക്കുന്ന, ധാർമ്മിക ലെസൺസ് കൊടുക്കുന്ന സ്ഥലമാകാം കുഞ്ഞുങ്ങൾക്ക്. പ്രത്യേകമായിട്ടുള്ള അവസരം വേണ്ട. അവരൊരു ചരിത്രം പറയുമ്പോൾ, അവരൊരു സംഭവം പറയുമ്പോൾ, അവർക്കുണ്ടാകുന്ന ഒരു തോൽവിയെക്കുറിച്ച് പറയും. ദാറ്റ്സ് റൈറ്റ് ടൈം. പഠിപ്പിച്ചു കൊടുക്കാനുള്ള നല്ല അവസരം. ഇൻസ്ട്രക്റ്റഡ്. 3, ഡിസിപ്ലിൻ. നമ്മൾ വായിച്ച വേദഭാഗത്ത് 5-ാം ഭാഗത്ത് ശിക്ഷണം. അപ്പോൾ ഒരു വീട്ടിൽ ശിക്ഷണം എങ്ങനെ? നിയമം ഉണ്ടായിരിക്കണം, നിയമം പാലിക്കുകയും വേണം. വി മസ്റ്റ് ഹാവ് റൂൾസ് ആൻഡ് ഓൾസോ വി മസ്റ്റ് കീപ് ദ റൂൾസ്. ഇയ്യോബിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. നല്ല ഒരു കുടുംബമായില്ലേ. ഏറ്റവും പ്രധാനം
വിത്ത് ഫാമിലി വർഷിപ്പ്. അന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുക. തന്നെയാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, അവരെ എല്ലാം വിളിച്ചു വരുത്തിയെന്നാണ് പറഞ്ഞ്, എല്ലാം വിളിച്ചു വരുത്തിയില്ലേ. ഫാമിലി വർഷിപ്പ്. ഫാമിലി വർഷിപ്പിനെ കുറിച്ച് വേഗത്തിൽ ചില കാര്യങ്ങളോട് പറഞ്ഞു മുന്നോട്ട് പോകാം. നന്നാ രാവിലെ എന്നാണ് പറഞ്ഞത് ഇല്ലേ. എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് പ്രീസീഡ് എവറിത്തിങ്. അങ്ങനെ പറയുമ്പോൾ ശരിയാവും. എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും മുമ്പേ നടക്കേണ്ട കാര്യമാണ് ഇത്. എല്ലാം നടന്നേച്ച് നടക്കാനുള്ളതല്ല, സമയം ഉള്ളപ്പോൾ നടക്കാനൊന്നുമല്ല, മാറ്റിവെക്കാനൊക്കെ എങ്കിൽ മാറ്റിവെച്ച് ചെയ്യുന്നതല്ല. നന്നാ രാവിലെ, നന്നാ രാവിലെ പ്രീസീഡ്. അത് രാവിലെ എന്നുള്ള സമയം മാത്രമല്ല, അവരുടെ ഭവനത്തിൻ്റെ ടൈം ടേബിളിനകത്ത് ഫാമിലി വർഷിപ്പ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇന്ന് വളരെ ബിസിയാണ് നമ്മളെ. ഒരാൾ രാവിലെ പോകും, ഒരാൾ ഉച്ച കഴിഞ്ഞ് പോകും, പിന്നെ വരുന്നത് 2-3 സമയത്താണ്. പല കാര്യങ്ങളാണ്. എങ്ങനെയായാലും ഒരു കുടുംബത്തിൽ പാർക്കുന്നെങ്കിൽ ഒരുമിച്ച് വരുന്നൊരു സമയമുണ്ടാവും. ആ സമയത്ത് ഒരുമിച്ചിരിക്കണം. ഫാമിലി വർഷിപ്പ് പ്രീസീഡ് എവറിത്തിങ്. 2, വളരെ ഭയഭക്തിയോടെ ചെയ്യണം. ഈ പുതിയ തലമുറയ്ക്ക് എല്ലാം പറ്റിയത് എന്ന് പറഞ്ഞാൽ കാഷ്വലും കെയർലെസ്സുമാണ്. കുടുംബ പ്രാർത്ഥന നടക്കുന്നതിൻ്റെ ഇടയിൽ 100 കാര്യമാണ് ഇല്ലേ. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അത് ചിന്തിക്കുന്നു, ഇത് ചിന്തിക്കുന്നു, അതിനെക്കുറിച്ച് പറയുന്നു, ഇതിനെക്കുറിച്ച് നോ. ഇംഗ്ലീഷിൽ പറഞ്ഞ വാക്കാണ് നോട്ട് കെയർലെസ് നോർ കാഷ്വൽ. ലാഘവത്തോടെ ചെയ്യേണ്ട കാര്യമല്ല. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കി, വളരെ കെയർഫുള്ളായി. 3, ഹോമയാഗങ്ങൾ കഴിച്ചു. എന്തിനാണെന്നറിയോ? ഒരുപക്ഷെ ഇവർ പാപം ചെയ്തെങ്കിലോ. തിരുത്തലുകൾ വരുത്തുന്നതും അനുതപിക്കുന്നതുമായ സമയവും കൂടെ തമ്മിൽ ചില കാര്യങ്ങൾ ഏറ്റുപറയുകയും ദൈവത്തോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്ന സമയമാകണം കുടുംബ പ്രാർത്ഥന. നമ്മളിതൊക്കെ വളരെ അങ്ങ് ലഘൂകരിച്ച് എന്നാന്നറിയോ, പാട്ടിൻ്റെ 2 ശീല് പാടി, അത് ഒക്കുമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയൊരു പാട്ട് ഇല്ലേ, പിന്നെ ഒരു ചെറിയ ഭാഗം വായിച്ചു, പിന്നെ ധ്യാന പുസ്തകം വായിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ഒന്ന് വായിച്ചു, പിന്നെ ഒരാൾ പ്രാർത്ഥിച്ചു പോയി. നോ. ഇന്നത്തെ ദിവസം വന്ന വീഴ്ചകൾ തമ്മിൽ അറിയാമെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അന്യോന്യം പറയേണ്ടത് അന്യോന്യം പറഞ്ഞു ക്രമീകരിക്കേണ്ടത് എന്തൊരു അനുഗ്രഹമായിരിക്കും. ഇയ്യോബിൻ്റെ കുടുംബ പ്രാർത്ഥന, ഡീലിംഗ് വിത്ത് സിൻ. 4, റെഗുലർ ആയിരിക്കണം. തുടർമാനമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നോക്കിക്കാണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോകുന്നു. ഉണ്ടോ വാക്ക്? എല്ലായ്പ്പോഴും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ ഡിസിപ്ലിൻ. ഇതിനോടുള്ള ബന്ധത്തിൽ ഞാനൊരു ചെറിയ ആശയം പറയാൻ ആഗ്രഹിക്കും. കുഞ്ഞുങ്ങൾക്ക് ദൈവകൃപ പകർന്നു കൊടുക്കാനുള്ള കഴിവോ അതിന് കഴിയും എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അതായത് കുഞ്ഞുങ്ങൾക്ക് ദൈവകൃപ എന്നിൽ കൂടെ പകർന്നു കൊടുക്കാമെന്ന് ഉറക്കാനൊക്കത്തില്ല. എന്നാൽ ദൈവകൃപ ഒഴുകുന്ന ഒരു ചാനലായിട്ടിരിക്കാം. പ്രവർത്തിക്കുന്നത് ദൈവമാണ്. പക്ഷെ നമ്മളൊരു ചാനലായിരിക്കണം. വീട്ടിലിത് കിട്ടിയില്ലേ, എവിടെ കിട്ടും?
കുടുംബത്തിൽ ഇത് ആരംഭിച്ചില്ലേ എവിടെ ആരംഭിക്കും? ഇയ്യോബിൻ്റെ കുടുംബം. അപ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ സാധാരണ ദൈവമക്കൾക്ക് കഷ്ടത എന്തുകൊണ്ടെന്നുള്ളതാണ് നമ്മുടെ മുഖ്യ വിഷയം, ഇല്ലയോ? വൈ ഡു ബാഡ് തിങ്സ് ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ? അതാണ് ഈ ഇയ്യോബിൻ്റെ പുസ്തകം ഒട്ടനെ നമ്മുടെ മനസ്സിലെ ചിന്ത അതാണ്. അതിനൊക്കെ കൂടുതൽ കാര്യങ്ങളുണ്ട്. ധനം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുണ്ടില്ലേ, കുടുംബജീവിതം എങ്ങനെ നയിക്കണമെന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല മാതൃക. ഇനി നമുക്ക് ഈ വേദഭാഗത്തേക്ക് ഒന്ന് നോക്കാം. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. ഇത് ഇയ്യോബ് പറഞ്ഞ കാര്യമല്ല. ഇയ്യോബിന് ഒരറിവുമില്ല ഇതിനെക്കുറിച്ച്. ഇത് അദൃശ്യ ലോകത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്, ഇൻവിസിബിൾ വേൾഡ്. അദ്ദേഹം താമസിക്കുന്നത്, ജീവിക്കുന്നത് ദൃശ്യമായ ലോകത്തിലാണ്. എന്നാൽ അദ്ദേഹം ദൃശ്യമായ ലോകത്തിൽ ജീവിക്കുമ്പോൾ അദൃശ്യ ലോകത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം അറിയാം, ദൈവവും അല്ലെങ്കിൽ നന്മയും തിന്മയും തമ്മിൽ നിരന്തര പോരാട്ടം അല്ലേ? ദൈവം പൈശാചിക ശക്തിയോട് പോരാടിക്കൊണ്ടിരിക്കുക. അത് ആ പോരാട്ടത്തിൽ ആത്യന്തികമായി ദൈവം ജയിക്കുകയും ചെയ്യും. അതാണ് തിരുവചനം. നമ്മുടെ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അത് അദൃശ്യ ലോകത്തിൽ നടക്കുന്നു. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ അവിടെ ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. ആ പോരാട്ടത്തിൽ ദൈവം പോരാടിക്കൊണ്ടിരിക്കുക. എന്നാൽ ഒരു മനുഷ്യൻ പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കും, ദൈവത്തിന് ഈ പോരാട്ടത്തിൽ ദൃശ്യലോകത്തിൽ ഒരാഗ്രഹമുണ്ട്, വിസിബിൾ വേൾഡിൽ. പിശാച് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് കേട്ടോ, നമ്മളത് പഠിക്കാനായിട്ട് പോവുക. എങ്കിലും ഈ ദൂതൻ്റെ ലെവലിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് പൈശാചികൻ, ഇല്ലയോ? അങ്ങനെയാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അവൻ വീണുപോയതാണ്. എസ്കേലിൻ്റെ പുസ്തകത്തിലും യെശയ്യാവിൻ്റെ പുസ്തകത്തിലും നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ ഇത്രമാത്രം ഉന്നതമായി സൃഷ്ടിക്കപ്പെട്ട ഈ സാത്താന്യ ശക്തിയെ മർത്യനായ മനുഷ്യനെ കൊണ്ട് തോൽപ്പിക്കണമെന്ന് ദൈവത്തിനൊരു പ്രത്യേക താല്പര്യമുണ്ട്. ദൈവത്തിനത് പെട്ടെന്ന് തോൽപ്പിക്കാൻ ഒരു പ്രയാസവും ഇല്ല. തൻ്റെ വായിലെ ശ്വാസം കൊണ്ട് അന്ത്യത്തിൽ ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് കേട്ടോ. അവൻ ഒടുക്കുമെന്നാണ് പറഞ്ഞ് നടക്കും. എന്നാൽ ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ വിസിബിൾ വേൾഡിൽ മനുഷ്യരെ കൊണ്ട്, മർത്യനെ കൊണ്ട് ഈ ആത്മലോകത്തിൽ ജീവിക്കുന്ന ശക്തിയെ തോൽപ്പിക്കാൻ ദൈവത്തിനൊരാഗ്രഹമുണ്ട്. അതിൽ ഒരു യുദ്ധമാണ് ഇവിടെ നടന്നത്. ദൈവം ജയിച്ചു ഇയ്യോബിൽ കൂടെ. ഇയ്യോബിനെ വിശ്വസിക്കാൻ ദൈവത്തിന് കഴിഞ്ഞു. നോക്കിക്കാട്ടെ, ഈ അദൃശ്യ ലോകത്തിലുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കിക്കാട്ടെ. അവിടെ ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ ചെന്നു. ദൈവപുത്രന്മാർ എന്ന് പഴയ നിയമത്തിൽ പറയുമ്പോഴൊക്കെ ഈ മലാഖമാർ, ഏഞ്ചൽസ് എന്നുള്ളത് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ഏഞ്ചൽസ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അത് കൊലോസ്യ ലേഖനം 1:15-16 വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അത് എണ്ണത്തിൽ വളരെ അധികമാണ്. വെളിപ്പാട് പുസ്തകം 5:11 വായിക്കുമ്പോൾ 1000 1000 10,000 10,000 എണ്ണത്തിൽ ഒരുപാടാണ്. 3 അവർ ശക്തന്മാരാണ്. ഒരാൾ ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് അശൂർ പാളയത്തിലേക്ക് വന്നപ്പോൾ 1,85,000 പേരെ നശിപ്പിച്ചില്ലയോ, കൊന്നുകളഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി രക്ഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തുള്ള ആ ഭദ്രത നമ്മളൊന്ന് ചിന്തിച്ചു കൊള്ളണം. ദേ ആർ വെരി സ്ട്രോങ്. അവർ സേവകാത്മാക്കളാവുന്നു എന്ന് എബ്രായ ലേഖനം 1:14 പറഞ്ഞു. അവർ നിരന്തരമായി ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 5:11-12 വാക്യം. എന്നാൽ അവരുടെ പ്രത്യേക ശുശ്രൂഷയിലൊന്നാണ് തൻ്റെ ഭക്തന്മാരെ രക്ഷിക്കുക എന്നുള്ളത്. ദാനിയേലിൻ്റെ പുസ്തകം 6:22 ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹക്കുഴിയിൽ രക്ഷിച്ചതിനെക്കുറിച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. ദാനിയേൽ പറയുകയാണ്, ദി പ്രൊട്ടക്റ്റ്. അവരെ സന്ദേശം കൊണ്ടുവരുന്നവരാണ്. നമുക്കറിയാം ലൂക്കോസ് 2:13 അന്ത്യനാളിൽ ഫൈനൽ കൊയ്ത്ത്
അവസാന കൊയ്ത്ത് അവരായിരിക്കും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ ഇനി നോക്കിക്കാട്ടെ, അവിടെ പറഞ്ഞിരിക്കുന്നു അവരുടെ കൂട്ടത്തിൽ സാത്താനും. വേണ്ട പോലെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ആ ലെവലിൽ ഈ ദൈവം ഈ സാത്താനെ അനുവദിച്ചത് എന്തിനാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് എൻ്റെ ചിന്തയോ വന്നു, ആ കൂട്ടത്തിൽ ഇവൻ ചെന്ന് കയറിയെങ്കിൽ ഏത് കൂട്ടത്തിലും ഇവൻ കയറാൻ സാധ്യതയുണ്ട്. അവിടെ നുഴഞ്ഞു കയറാൻ കഴിവുണ്ടെങ്കിൽ ഏത് നമ്മുടെ സമൂഹത്തിലും വന്നു കയറാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. കൊടുത്തിരിക്കുന്ന പേര് ഈ സാത്താൻ എന്നല്ലയോ, പ്രതിയോഗി എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയിൽ ഒന്നാണ്. നമ്മുടെ ഈ സാത്താനെ കുറിച്ച് അങ്ങ് ഇംഗ്ലീഷ് ഒബ്സസ്ഡ് ആകേണ്ട ആവശ്യമില്ല. എല്ലാം പിശാച. കാലൊരു തൂണെ തട്ടിയാൽ ഉടനെ പറയും പിശാചാന്ന് പറയും. അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ പിശാചിൻ്റെ പിശാച് ഉണ്ടെന്നുള്ളതിനെ കുറിച്ചൊരു അവബോധം നമുക്കുണ്ടായിരിക്കും. പിശാചിനെക്കുറിച്ച് ആ ഒരു അവബോധം മാത്രമല്ല, 2 കൊരിന്ത്യർ 2:11 പറഞ്ഞു അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചും അറിയണം. ജയിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പിശാചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രതിയോഗി എന്നാ. ദൈവത്തിൻ്റെ പ്രതിയോഗി മാത്രമല്ല, ഭക്തന്മാരുടെ പ്രതിയോഗിയുമാണ് പിശാച്. പിശാചിൻ്റെ രണ്ടാമത്തെ പ്രവൃത്തി, അപ്പം 3 പ്രവൃത്തിയാണ് പ്രധാനമായി പറയാൻ പോകുന്നത്. അതിന് വിവിധമായ പ്രവൃത്തികൾ വേറെ വർണ്ണിച്ചാലുണ്ട്, എങ്കിലും 3 പ്രധാന പ്രവൃത്തി. 1 പ്രതിയോഗി, 2 അപവാദി, അക്യൂസർ. ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന അതാ കേട്ടോ, ഇയ്യോബിനെ കുറിച്ച് അപവാദം പറയുന്ന ആള് കണ്ടോ. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അപവാദം പറയുന്ന, അല്ല, ഇയ്യോബിനെ കുറിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ അപവാദം പറയുന്നു, അക്യൂസർ, കുറ്റം ചുമത്തുന്ന. ക്രോസ് റെഫറൻസ് വേണ്ടിയവർക്ക് വെളിപ്പാട് പുസ്തകം 12:10 അവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന. അപ്പോൾ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾ വേറെ ഇല്ല. പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ പറയുമ്പോൾ മനസ്സിലാവും. കുറ്റം ചുമത്തുക എങ്ങനെയാണെന്നാണ് പറഞ്ഞത്, വല്ലപ്പോഴും പറയുകയല്ല, കണ്ടിന്യൂസ്ലി, മടുപ്പ് കൂടാതെ. കർത്താവ് പലിശിച്ചതുപോലെ അനേക ഭക്തന്മാരും ഇവനെ പലിശിക്കും. എത്ര പ്രാവശ്യം പലിശിച്ചാലും മടുപ്പ് കൂടാതെ വീണ്ടും 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 അപവാദം പറയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. 3 ഈ സർപ്പം, മഹാസർപ്പം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് നശിപ്പിക്കുന്നവൻ. അപ്പോൾ പ്രതിയോഗി, അപവാദം പറയുന്നവൻ, നശിപ്പിക്കുന്നവൻ. വെളിപ്പാട് 20:2. എന്താണ് ഇദ്ദേഹത്തിൻ്റെ പദ്ധതി? പ്രധാനപ്പെട്ട പദ്ധതി നമ്മെ വശീകരിക്കുക, പാപത്തിലേക്ക് വശീകരിക്കുക. കർത്താവിൻ്റെ അടുക്കൽ ചെന്നല്ലയോ, വിശന്നിരിക്കുന്നത് കണ്ടപ്പോൾ തക്കതായിട്ടുള്ള പരീക്ഷ കൊടുത്തു. ഈ കല്ലുകളൊക്കെ അപ്പമാക്കാൻ പറഞ്ഞു. കർത്താവ് ഉടനെ അതിനൊരു മറുപടി മത്തായി 4:4 പറഞ്ഞു, ടെംപ്റ്റേഷൻ. 2 അദ്ദേഹത്തിൻ്റെ പദ്ധതി അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കുക എന്നുള്ളതാണ്. 2 കൊരിന്ത്യർ 4:4. സത്യം തിരിച്ചറിയാൻ കഴിയാതെ പോകും. ഒരപ്പനെ മോളെക്കുറിച്ച് ഒരുപാട് അങ്ങ് കൺസേൺഡായി. എന്നിട്ട് കൂട്ടുകാരനോട് പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നില്ല അവൾക്കിത് കാണാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്. കാരണം ഈ ചില കാര്യങ്ങൾ, ആത്മീയ കാര്യം, വൈ കാൻ ഷീ സീ ഇറ്റ്. അപ്പോൾ മറ്റേ കൂട്ടുകാരൻ പറഞ്ഞു, ഷീ കനോട്ട് സീ ഇറ്റ് ബിക്കോസ് ഷീ കനോട്ട് സീ. കണ്ണ് കാണത്തില്ല, പിന്നെ എങ്ങനെ കാണുന്നില്ലയോ? കണ്ണ് തുറക്കണം, കണ്ണ് തുറക്കണേ, തമ്പുരാൻ തുറക്കണം. അദ്ദേഹത്തിൻ്റെ പണിയാണ് അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കുക. 3 അദ്ദേഹത്തിൻ്റെ പദ്ധതി, വചനം ഒന്ന് വീണാൽ അന്നേരം എടുത്തുകൊണ്ട് പോവുക. നമുക്കെല്ലാം അറിയാവുന്ന വേദഭാഗമാണ്, മത്തായി 13:19 അല്ലേ? വിത്ത് അങ്ങോട്ട് വീണാൽ ഉടനെ പറവ പെറുക്കിക്കൊണ്ട് പോവുക. 3 ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നമ്മെ വശീകരിച്ചുകൊണ്ട് പോവുക. 2 കൊരിന്ത്യർ 11:3. പിന്നെ ശാരീരികമായി നമ്മെ ദണ്ഡിപ്പിക്കുക. ലൂക്കോസ് 13:16.
ഏറ്റവും അവസാനമായി നമുക്ക് വേദന തരിക. ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഇനി നമുക്ക് ഇത്രയും പറഞ്ഞത് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്ന ഈ ശോധനയെക്കുറിച്ച് മനസ്സിലാക്കാൻ. ഇവിടെ പിശാച് വരുന്നത് അപവാദിയായിട്ടാണ് വരുന്നത്. അപവാദി ഉണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ദൈവം ചോദിക്കുകയാണ് സാത്താനോട്, യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന്. സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി ടയർലെസ്ലി ട്രാവലിംഗ്. ദൈവദാസന്മാരൊക്കെ ഒരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ച വിശ്രമിച്ചേ പോകത്തുള്ളൂ. ഇദ്ദേഹത്തിന് അങ്ങനെ വിശ്രമമൊന്നുമില്ല. ഊടാടി സഞ്ചരിക്കുക കേട്ടോ, കോൺസ്റ്റൻ്റ്ലി ട്രാവലിംഗ്, സഞ്ചരിച്ച് വരുന്നു. ഈസ് ഗോയിങ് ബാക്ക് ആൻഡ് ഫോർത്ത്. രണ്ടാമത് കർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിനകത്തുനിന്ന് ഒരു കാര്യം കൂടെ മനസ്സിലാകും. നീ എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി. അപ്പം ചിലരുടെ മേലൊക്കെ ദൃഷ്ടി വെക്കുന്ന ഒരു പദ്ധതിയും കൂടി ഇദ്ദേഹത്തിനുണ്ട്. എല്ലായിടത്തും ഓടി സഞ്ചരിച്ചേച്ച് വെറുതെ വരികയല്ല, കണ്ടേച്ച് വരുമ്പോൾ ഉന്നം വെക്കേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടേച്ചേ വരത്തുള്ളൂ. പഴയ കാലത്ത്, പപ്പായുടെ കാലത്ത് നടന്ന ഒരു സംഭവം പറയുമായിരുന്നു. അതായത് ഒരു വീട്ടിലെ അമ്മായിയമ്മയും മരുമോളും കൂടെ സംസാരിക്കാതെ അന്നത്തെ പ്രാർത്ഥന മുടക്കിച്ച് അവരെ കടന്നു. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പൈശാചി ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചോദിച്ചു, ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. പറഞ്ഞ് അങ്ങോട്ടാണ് പോകുന്നത്. അതിനകത്ത് ചെറിയൊരു അർത്ഥമുണ്ട്. പിശാച് ഉന്നം വെച്ചുകൊണ്ടിരിക്കുക. കാരണം എവിടെ ഒരു വിടവുണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുക, ദൃഷ്ടി വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നീ ദൃഷ്ടി വെച്ചല്ലേ, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചു. അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലെന്നും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. അതിനെ പിശാച് നിഷേധിച്ചില്ല. ഭക്തനാണെന്നുള്ളത് അല്ല എന്ന് പറഞ്ഞില്ല, നിഷ്കളങ്കനല്ല എന്ന് പറഞ്ഞില്ല, ദോഷം വിട്ട് അകലുന്നില്ല എന്നും പറഞ്ഞില്ല. അപ്പോൾ നോക്കിക്കോണേ, ഈ ശത്രുവിനോട് സർട്ടിഫിക്കറ്റ് അവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഒരു നല്ല കാര്യം ദൈവഭക്തനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ സർട്ടിഫിക്കറ്റിനെ ക്യാൻസൽ ചെയ്തില്ല പൈശാചികൻ. ഒരു ഉത്തരവും പറഞ്ഞില്ല. എന്നാൽ ഒരു കാര്യം ഉടനെ പറഞ്ഞു, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായി ഇരിക്കുന്നു. ഡസ് ഹി ഫിയർ ഗോഡ് ഫോർ നത്തിങ്? അതാ ഇംഗ്ലീഷ് ഭാഷ. വെറുതെ ഒന്നുമില്ലാതാണോ ഈ മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടുന്നത്? ഇല്ലേ, എന്തേലും കാണും ഉണ്ടെന്നുള്ളത് താഴോട്ട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാവോ? നീ അവനും വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റി വേലി കെട്ടി. നീ അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി. അപ്പോൾ നീ അവനെ അനുഗ്രഹിച്ചു, നീ അവനുള്ളതെല്ലാം വർദ്ധിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് നീ അതിനു ചുറ്റും വേലി കെട്ടി. അപ്പോൾ ഈ ദൈവഭക്തനായിരിക്കുന്നു എന്നുള്ളതിനകത്ത് അതിശയിക്കണ്ടോ? അനുഗ്രഹം ലഭിച്ചത് കൊണ്ടല്ലേ എന്നതിൻ്റെ അർത്ഥം. ആ ഒരു വാക്കിന് വലിയ ആഴമുണ്ട്. ഇയ്യോബിനെ കുറ്റം ചുമത്തുന്ന പോലെ തമ്പുരാനെ കൂടെ കുറ്റം ചുമത്തിയാണ് ഈ പറഞ്ഞത്. അവൻ നിന്നെ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, ഭക്തനായി ജീവിക്കുന്നു. കാരണം നീ അവനെ അനുഗ്രഹിച്ചു. യു ഹാവ് ബ്രൈബ്ഡ് ഹിം. ആവശ്യമുള്ളതെല്ലാം കൊടുത്തില്ലയോ? അതുകൊണ്ട് അവൻ നിന്നെ സ്നേഹിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ മെഴ്സിനറി എന്ന് പറയും, എന്ന് പറഞ്ഞാൽ കൂലിപ്പട്ടാളം. നീ വേണ്ടുന്നതെല്ലാം കൊടുത്തത് കൊണ്ട് അവൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തെ അതിനകത്തൊരല്പം ഇടിച്ചു താഴ്ത്തി. എന്നാണെന്നറിയാമോ? നിന്റെ ആരാധകരൊക്കെ ആരാന്നറിയാമോ? നീ അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്ത് അവരെ നിന്റെ കൈക്കലാക്കിയിരിക്കുക. നിന്റെ നന്മ കൊണ്ട് നിന്നെ ആരാധിക്കുകയല്ല, നിന്റെ സ്വഭാവശ്രേഷ്ഠത,
ദൈവം ആരാണെന്ന് ഓർത്ത് ആരാധിക്കുകയല്ല. നോട്ട് ബിക്കോസ് ഹൂ ഗോഡ് ഈസ്. ദേ ആർ വേർഷിപ്പിംഗ് ബിക്കോസ് വാട്ട് ഗോഡ് ക്യാൻ ഗിവ്. ദൈവത്തിന് എന്ത് തരാൻ കഴിയുമെന്നുള്ളതിലാണ് ആരാധന. വാസ്തവത്തിലെ ഇയ്യോബിന്റെ പുസ്തകത്തിലെ ഒരുപാട് ചോദ്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സോ മെനി ക്വസ്റ്റ്യൻ. സാത്താൻ ദൈവത്തോട് ചോദിക്കുന്നു, ദൈവം സാത്താനോട് ചോദിക്കുന്നു, ഇയ്യോബിന്റെ സ്നേഹിതരോട് ചോദിക്കുന്നു, ഇയ്യോബിന്റെ സ്നേഹിതർ ഇയ്യോബിനോട് ചോദിക്കുന്നു. 100,000 ചോദ്യങ്ങളാണില്ലേ. എന്നാൽ എൻ്റെ വിചാരം, ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: വെറുതെയോ ഇയ്യോബ് ഭക്തനായിരിക്കുന്നു? അതിൻ്റെ കാരണം ഒരുപക്ഷെ ഈ സാത്താൻ ചിന്തിച്ച് കാണും, മനുഷ്യരാരും സ്വതവേ ഒന്നുമില്ലാതെ ഇങ്ങനെ ഒന്നിനോട് പറ്റിയിരിക്കാൻ സാധ്യതയില്ല. മനുഷ്യൻ്റെ ഈ പ്രോംപ്റ്റ് ചെയ്യുന്നത് അവൻ്റെ സ്വയമാണല്ലോ, സ്വാർത്ഥതയുമാണ്. അപ്പോൾ എന്തെങ്കിലും കിട്ടിയത് കൊണ്ടായിരിക്കാം എന്ന് ചിന്തിച്ചു. ഡസ് ജോബ് ഫിയർ ഗോഡ് ഫോർ നത്തിങ്? നീ അവന് ധാരാളം നൽകി, നീ അവനൊരു സൽപ്പേര് നൽകി, നീ അവനൊരു കുടുംബം നൽകി, നീ അവന് സന്തോഷത്താൽ നിറച്ചു, അവന് ചുറ്റും വേലിയും കെട്ടി. അവൻ നിന്നെ ആരാധിക്കുന്നതിൽ അത്ഭുതം എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം. ദൈവം തീരുമാനിച്ചു അവൻ ഭക്തനാണ് എന്ന്. ആരാ പറഞ്ഞേ? ദൈവം പറഞ്ഞല്ലേ. ഈ ഭക്തി യഥാർത്ഥമാണോ എന്ന് ചോദിച്ചു. ആരാ ചോദിച്ചേ? പിശാച് ചോദിച്ചു. ദൈവം തീരുമാനിച്ചു പിശാചിൻ്റെ മുമ്പിൽ, പൈശാചികൻ്റെ മുമ്പിൽ അവൻ്റെ ഭക്തി എത്ര വലുതാണെന്ന് തെളിയിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, പൈശാചികൻ വാസ്തവത്തിൽ ഇയ്യോബിൻ്റെ ഉദ്ദേശശുദ്ധിയാണ് ചോദ്യം ചെയ്തല്ലേ. ഉദ്ദേശശുദ്ധി നോ. വേദപുസ്തകം വളരെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ആരുടെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യരുത്. നമുക്കറിഞ്ഞുകൂടായില്ല. വീടൊന്നു ഈ സാത്താന് ഇവന്റെ ഭക്തിയുടെ ആഴം അറിഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ സാത്താന്റെ പരിമിതിയുടെ ഒരു നല്ല ലക്ഷണമല്ലേ. ഇയ്യോബ് സാക്ഷാൽ ഭക്തനായിരിക്കുമ്പോൾ അവൻ സാക്ഷാൽ ഭക്തനാണോ എന്ന് സാത്താൻ അറിഞ്ഞില്ല എന്നുള്ളത് സാത്താൻ്റെ അറിവിൻ്റെ പരിമിതിയുടെ നല്ല ലക്ഷണമാണ്. എന്നാൽ ദൈവത്തിനോ? ഇവൻ എന്നെ സാക്ഷാൽ സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തിനറിയാമായിരുന്നു. അപ്പോൾ മനുഷ്യനറിയത്തില്ലെങ്കിലും ദൈവത്തിന് സകലവും നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് സാത്താൻ ചോദിച്ചത്, അവൻ വെറുതെയോ ദൈവഭക്തൻ ആയിരിക്കും. ആ ചോദ്യത്തിന് 2 രീതിയിൽ ഉത്തരം തരാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ അതിനോട് വിയോജിക്കുന്നവർ കാണും. ചില ചോദ്യങ്ങൾ വരുമ്പോൾ യേസ് ഓർ നോ എന്നല്ലയോ വരണ്ടേ. ഈ ചോദ്യത്തിന് യേസ് ആൻഡ് നോ എന്ന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നു. വെറുതെയോ ഇവൻ ദൈവഭക്തനായിരിക്കുന്നത്? ഡസ് ജോബ് ഫിയർ ഗോഡ് ഫോർ നത്തിങ്? യെസ് ആൻഡ് നോ. അതിന് പറയാൻ കാര്യം, എനിക്കൊരു എൻ്റെ ചീഫ് എഞ്ചിനീയറായിട്ടിരുന്നൊരു ദൈവദാസനുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചിലപ്പോൾ ചില കാര്യം ചോദിക്കുന്ന ഉടനെ പറയാം യെസ് ആൻഡ് നോ എന്ന് പറയുമായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇതന്നെ യെസ് ആൻഡ് നോ എന്ന് പറഞ്ഞാൽ എന്താ യെസ് ആൻഡ് നോ എന്ന് പറയാൻ കാര്യം? വെറുതെ, അതായത് ഒന്നും ലഭിച്ചില്ലെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നവരാണ് ദൈവഭക്തന്മാർ. യെസ് യെസ്. തെളിവെന്ന, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. യഹോവ തന്നു, യഹോവ എടുത്തു, ആരാധന വന്നു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് ഇതറിയായിരുന്നു. യെസ് നോ എന്ന് പറയാൻ കാര്യം എന്നാണെന്നറിയോ? ദൈവത്തെ സേവിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കാതെ ഇരിക്കത്തുമില്ല. ദൈവത്തെ സേവിക്കുന്നവരെ ദൈവം മാനിക്കാതിരിക്കത്തുമില്ല.
ഒന്നും കിട്ടിയില്ലെങ്കിലും ആരാധിക്കും. എന്നാൽ അവനെ ആരാധിക്കുന്ന ദൈവമക്കളെ അവൻ മാനിക്കാതെ വിടത്തുമില്ല. അതുകൊണ്ട് വെറുതെയോ അവൻ സേവിക്കുന്നതെന്ന് ചോദിച്ചാൽ യെസ് ആൻഡ് നോ. യെസ്, യോബിനെ പോലെയാണ് ഹബക്കൂക്ക്. ഹബക്കൂക്കിന്റെ അവസാനത്തെ ആരാധന അത്തിവൃക്ഷം തളർത്തില്ലെങ്കിലും, മുന്തിരിവള്ളിയിൽ ഫലമുണ്ടായില്ലെങ്കിലും, ഗോശാലികളിൽ കന്നുകാലികൾ ഇല്ലാതെ പോയാലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും. ദാറ്റ്സ് ട്രൂ. ഒന്നും കിട്ടിയില്ലെങ്കിലും കർത്താവിൽ സന്തോഷിക്കും. എന്നാൽ രണ്ടാമതൊരു ഭാഗമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം മാനിക്കും. ഇതിനൊരു വലിയ തെളിവാണ് ദൈവിക ആരാധന. ഒന്നുമില്ലാത്ത കുടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഞെരുക്കങ്ങളിൽ കൂടെ പോകുന്ന ഭവനങ്ങളുടെ നടുവിൽ നിന്ന് ദൈവിക ആരാധന, സത്യാരാധന ഉയരുന്നുണ്ട്, ഇല്ലയോ? എത്രയോ ഭവനത്തിൽ ദൈവിക ആരാധന സമൃദ്ധിയുള്ള ഭവനങ്ങളിൽ നിന്ന് വിരളമാണ്. സത്യാരാധന അവിടെ നിന്നും ഉയരുന്നുണ്ട്. ഉള്ളത് കൊണ്ട് ആരാധിക്കുകയല്ല, അവരാരാധിക്കുന്ന ദൈവം ഉന്നതനായതുകൊണ്ടും ശ്രേഷ്ഠനായതുകൊണ്ടും അവനെ ആരാധിക്കുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് തന്നിട്ടല്ല, അവൻ ആരായിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കിയത് കൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. മാഗ്നിഫിക്കൻസ് ഓഫ് ഹിസ് ക്യാരക്ടർ, അവൻ്റെ സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ദൈവത്തെ സ്തുതിക്കുന്നു. യോബിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരാധിച്ചത് അവന് ലഭിക്കേണ്ടത് ലഭിച്ചിട്ട് മാത്രമല്ല, അവന് പലത് ലഭിച്ചു. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ സകലവും നഷ്ടമായപ്പോഴും അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ദൈവഭക്തിയിൽ ജീവിക്കുന്നവർക്ക് ദൈവം വെച്ചിട്ടുള്ള ചില അനുഗ്രഹങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, 33-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: യഹോവയുടെ കണ്ണ് തൻ്റെ ഭക്തന്മാരുടെ മേൽ. ദൈവത്തിൻ്റെ അറ്റൻഷൻ വാങ്ങുന്നതാണ് ദൈവഭക്തിയുള്ള ജീവിതം. ദൈവഭക്തി വെറുതെ അല്ല, ദൈവഭക്തിക്ക് ഒരു അനുഗ്രഹമുണ്ട്. 2, ദൈവികമായ കരുതൽ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. 34:9. അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. 3, ദൈവികമായ പ്രസാദം. തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുന്നവന്, തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു. ഗോഡ് ഈസ് പ്ലീസ്ഡ്. ഡിവൈൻ പ്രൊട്ടക്ഷൻ. തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും അവൻ പാളയം ഇറങ്ങി അവരെ രക്ഷിക്കും. അപ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ പ്രധാന സന്ദേശം, ദൈവഭക്തിയുടെ കാരണം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ കാരണം എന്താണ്? പൈശാചികൻ നോക്കിയപ്പോൾ, ഇയ്യോബിൻ്റെ ജീവിതത്തെ നോക്കിയപ്പോൾ, നീ അവനെ സമർത്ഥമായി അനുഗ്രഹിച്ചിരിക്കുന്നു, വെറുതെയോ അവൻ നിന്നെ ആരാധിക്കുന്നു, വെറുതെയോ അവൻ ഭക്തിയോടെ ജീവിക്കുന്നു. ദൈവം ഒരു കാര്യം തീരുമാനിച്ചു. ഈ അപവാദം പറഞ്ഞ പൈശാചികന്റെ മുമ്പിൽ ഇല്ലായ്മ വരുമ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന ഭക്തനാണ് ഇയ്യോബ് എന്ന് തെളിയിക്കുവാൻ തീരുമാനിച്ചു. അതവൻ്റെ ജീവിതത്തിൻ്റെ ശോധനയുടെ സന്ദർഭങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എന്തുകൊണ്ടാണ് ദൈവം നമ്മെ ചില അവസ്ഥകളിൽ കൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നത്? അതിന് കാരണമുണ്ട്. ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് വെളിപ്പെടുത്തുന്നു. ദൈവഭക്തിയുടെ ആഴം മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം. ദൈവത്തിന് ദോഷശക്തികളുടെ മേൽ ജയമെടുക്കുന്നതിനും ദൈവം നമ്മുടെ ജീവിതത്തെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ നാളുകളിൽ പൈശാചികൻ്റെ ഈ പ്രത്യേക ചോദ്യത്തിന് അനേക
ആയിരങ്ങൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കർത്താവിന് വേണ്ടി ജീവൻ വയ്ക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ കഴിഞ്ഞ ഏത് കാലത്തേക്കാളും ഈ കാലത്ത് വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ ഒരു മിഷൻ ഫീൽഡിൽ ഒരു പ്രിയ മാതാവ് ചെയ്ത കാര്യം, പ്രത്യേകിച്ച് ഒരു ശവസംസ്കാരത്തിനോടുള്ള ബന്ധത്തിൽ, അത് നടക്കാതെ വന്നാൽ നടക്കത്തില്ല എന്നുള്ള സന്ദർഭം വന്നപ്പോൾ ആ സ്ത്രീ പറഞ്ഞത്, എന്നെയും കൂടി ഈ കുഴിയിലോട്ട് ഇട്ടേക്കാൻ പറഞ്ഞു. ഇതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാം, ഒന്നുമില്ലെങ്കിലും എല്ലാം നഷ്ടമായാലും സ്നേഹിക്കാൻ കൊള്ളാവുന്നവനും പിന്തുടരാൻ കൊള്ളാവുന്നവനുമായൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ലഭിച്ചിട്ടുള്ള ഭക്തിയല്ല, ലഭിച്ചില്ലെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്ന ആഴമായ ഭക്തി. പ്രൈസ് ദി ലോർഡ്. ഈ ചോദ്യത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതത്തെ ഇന്ന് രാത്രി ഒന്ന് ശോധന ചെയ്യണം. ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണം. നമ്മുടെ ദൈവഭക്തി ഇതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് ശോധന ചെയ്താൽ, ആർ വി ലവിങ് ഹിം ബിക്കോസ് വി ഹാവ് ബീൻ ബ്ലെസ്ഡ്? അനുഗ്രഹം ലഭിച്ചത് കൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയാണോ, ആരാധിക്കുകയാണോ, അതോ നമ്മുടെ ഭക്തി നമ്മുടെ ലഭിച്ച അനുഗ്രഹത്തോടുള്ള ബന്ധത്തിലേ അല്ല, നമ്മെ സ്നേഹിച്ച കർത്താവിനോടുള്ള ബന്ധത്തിൽ, അവൻ്റെ ശ്രേഷ്ഠത നിമിത്തം നാം അവനെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കർത്താവ് ശീമോൻ പത്രോസിൻ്റെ പടകെല്ലാം മുഴുവൻ നിറച്ചു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരിക്കുമ്പോഴാണ് കർത്താവ് അതുവഴി വന്ന് നിറച്ചതിന് ശേഷം കർത്താവ് ചോദിച്ച ചോദ്യമാണ്, ശീമോനെ, ഇവയിലെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുക. ഇയ്യോബിനെ കുറിച്ച് ദൈവത്തിനൊരു ഉറപ്പുണ്ടായിരുന്നു. അവന് ഞാൻ നൽകിയ അനുഗ്രഹം കൊണ്ട് അവൻ എന്നെ സ്നേഹിക്കുകയല്ല, അവൻ എന്നെ ആഴമായി സ്നേഹിക്കും. എല്ലാം നഷ്ടമായാലും, യോബിൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടമാകാൻ ദൈവം അനുവദിച്ചു. ഞാൻ ഈ പഠനം ഒരുക്കിക്കൊണ്ടിരുന്നപ്പോൾ ചിന്തിച്ചു, എന്താ ദൈവം അവനെ ഈ വഴിയിൽ കൂടെ കടത്തിവിട്ട? ദൈവത്തിന് ആഴത്തിൽ അറിയാമായിരുന്നു, ഈ വലിയ ശോധനയിൽ കൂടെ കടന്നാലും നിൽക്കാനുള്ള ബലം, നിൽക്കാനുള്ള ത്രാണി, നിൽക്കാനുള്ള വിശ്വാസം ഇയ്യോബിനുണ്ടെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകത്തിലെ ഒരു വാക്യം, നമുക്ക് കഴിയുന്നതിനും അധികം ദൈവം നമ്മെ പരീക്ഷിക്കത്തില്ല, താങ്ങാൻ കഴിയുന്നതേ തമ്പുരാൻ തരത്തുള്ളൂ. എന്നാൽ ഇന്ന് രാത്രി ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതം ഒന്ന് ആഴത്തിൽ ശോധന ചെയ്യണം. പൈശാചികൻ ഈ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരുത്തിയാൽ, വെറുതെയോ ഇവൻ ദൈവഭക്തനായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് പറയാൻ കഴിയണം, അല്ല, ലഭിച്ചതുകൊണ്ടുള്ള അനുഗ്രഹം കൊണ്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് എന്നെ ആരാധിക്കുകയല്ല, അവൻ എന്നെ ആഴമായി സ്നേഹിക്കും. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറഞ്ഞ പോലെ, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം, അല്പനേരം ഒന്ന് ശോധന ചെയ്യാം. ഇയ്യോബിൻ്റെ ജീവിതം ശ്രേഷ്ഠകരമായ ജീവിതം. ഇയ്യോബിൻ്റെ കുടുംബം ശ്രേഷ്ഠകരമായ കുടുംബം. ഇയ്യോബ് ധനത്തെ മാനേജ് ചെയ്തത് എത്ര മനോഹരമായി, ദൈവം അവന് കൊടുത്തതിനെ എത്ര നന്നായി കൈകാര്യം ചെയ്തു. ദൈവം അവന് നൽകിയ കുടുംബം എത്ര നല്ല മാതൃക നമുക്ക് കാണിക്കുന്നു. ഇയ്യോബിൻ്റെ വിശ്വാസം ശോധന ചെയ്യുന്ന സമയത്ത് ദൈവം എൻഡോഴ്സ് ചെയ്തു. വെറുതെയല്ല, എല്ലാം നഷ്ടമായാലും അവൻ എന്നോട് പറ്റിയിരിക്കും, അവൻ എന്നെ കൊന്നാലും, ഇയ്യോബ് പറഞ്ഞു, ഞാൻ അവനായി കാത്തിരിക്കും.
യഹോവ തന്നു, ദൈവത്തിന് സ്തോത്രം. യഹോവ എടുത്തു, യോബ് പറഞ്ഞു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം അവനെ മാനിച്ചു. അവൻ്റെ പിൽക്കാലം മുൻകാലത്തേക്കാൾ അനുഗ്രഹമാക്കി തീർക്കാൻ ദൈവത്തിന് കഴിഞ്ഞു. ദൈവം ആരുടെയും കടക്കാരനുമല്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എല്ലാറ്റിലും അധികമായി നിന്നെ സ്നേഹിപ്പാൻ എല്ലാറ്റിലും അധികമാണ്. ഈ ചോദ്യം ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിന് നല്ല ഉത്തരം തരാൻ നീ എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.